റെയിൽവേക്ക് പിൻഭാഗത്തുണ്ടായിരുന്ന എക്സിറ്റ് ടണലിലുള്ള രക്ഷാദൗത്യം അല്ലെങ്കിൽ അതുവഴി രക്ഷാദൗത്യം അവസാനിപ്പിക്കുന്നു എന്ന് തന്നെയാണോ? അത് അതിലൊരു പുരോഗതിക്ക് സാധ്യതയില്ല എന്നാണോ മനസ്സിലാക്കേണ്ടത്? അത് സംബന്ധിച്ച വ്യക്തത അല്പസമയത്തിനകം അവർ മുകളിലേക്ക് കയറിയതിനു ശേഷമേ അറിയാൻ കഴിയൂ. പക്ഷേ കഴിഞ്ഞ 29 മണിക്കൂറായി ഇവർ ചെയ്യുന്ന പ്രവൃത്തി മൂലം നമ്മൾ മനസ്സിലാക്കുന്നത് ആ നിലയിൽ തൽക്കാലത്തേക്ക് ഈ ഭാഗത്തുള്ള തിരച്ചിലും അവസാനിപ്പിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. ഇനി വീണ്ടും മുൻവശത്തേക്ക് തന്നെ തുടങ്ങിയ ഭാഗത്തേക്ക് തന്നെ പോകാനാണ് സാധ്യത. അതല്ല മറ്റെന്തെങ്കിലും രീതിയിലുള്ളൊരു അപ്ഡേഷൻ അതല്ലെങ്കിൽ മറ്റെന്തെങ്കിലും രീതിയിലുള്ള ഒരു തിരച്ചിലുള്ള സാധ്യതയുണ്ടോ എന്നുകൂടി നോക്കുകയും ചെയ്യും. എന്തായാലും നിലവിൽ ഇതിന്റെ അകത്ത് ഈ മലിനജലത്തിന്റെ അകത്തതും തിരികെ വരാം. ഇപ്പോൾ ആ സ്കൂബ ഡൈവിംഗ് ടീം തിരികെ കയറുകയാണ്. അവിടെ നമ്മുടെ പ്രതിനിധി ഷഫീദ് റാവുത്തറുണ്ട്. ഷഫീദ്, ഈ ടണലിന്റെ എക്സിറ്റ് പോയിന്റിൽ ഉണ്ടായിരുന്ന ഒരു തെരച്ചിൽ അതിപ്പോൾ അവസാനിപ്പിച്ചു എന്നാണ് ദൃശ്യങ്ങൾ മനസ്സിലാക്കാൻ കഴിയുന്നത്. അങ്ങനെ തന്നെയാണോ? എന്താണ് വിവരങ്ങൾ? മുകളിലേക്ക് വരികയാണ്. അവർ വന്ന് റിലാക്സ് നമ്മൾ അടുത്ത ടണൽ വരെ നോക്കി, അവിടെ നിന്ന് അങ്ങോട്ട് ഇനി സെർച്ച് ചെയ്യും. ഇല്ല, അതിന്റെ ഇപ്പുറത്ത് വേറെ പ്ലാറ്റ്ഫോം നമ്പർ 4 ചേർന്ന മാൻഹോൾ വഴി ഇറങ്ങാനുള്ള ഒരു ശ്രമം. അവർക്ക് ഒരു റിലാക്സിംഗ് ടൈം കൊടുക്കണം. സ്വാഭാവികമായും അവർ പോകട്ടെ. ജിനു അവർ പോകട്ടെ. അതായത് ഇപ്പോൾ നഗരസഭാ മേയർ ആര്യ രാജേന്ദ്രൻ ഇതുമായി ബന്ധപ്പെട്ട് അവരോട് വിവരങ്ങൾ ചോദിച്ചറിയുക. ഇടയ്ക്ക് പറഞ്ഞ ഡിവിഷൻ കാണുന്നില്ല, അപ്പുറം അതുവരെ പോയായിരുന്നു. ഇനി അവിടെ നിന്ന് ഇറങ്ങി അങ്ങോട്ട് പോകുന്നു. ഇപ്പം നിലവിൽ ഇവിടെ വേസ്റ്റ് കുറവാണ്, അവിടെ ഉള്ളതിനെ പോലെ. അതെ, അതുകൊണ്ട് അപ്പോൾ ഇനി അവിടെ ഇറങ്ങിയിട്ട് നേരത്തെ അങ്ങോട്ട്. അപ്പോൾ ഇത്രയും ഭാഗം ഒക്കെയാണ്. ഇനി 5ാമത്തെ പ്ലാറ്റ്ഫോമിൽ അടുത്ത ഓപ്പൺ അതുവരെ നിലവിലെത്തിയിട്ടുണ്ട്. പിന്നെ അങ്ങോട്ട് അവിടെ നിന്ന് പോയിട്ട് പോകാൻ എത്ര മീറ്റർ പോയി കാണും? ഇവിടെ നമ്മൾ 30 മീറ്റർ, ഇപ്പോൾ കറക്റ്റ് 30 മീറ്റർ ലെങ്ത് എടുത്തപ്പോഴത്തേക്ക് മീറ്ററോളം ഇതിനോടകം കവർ ചെയ്ത്. പിന്നെ തീർച്ചയായിട്ടും ഇതാണ് ഇതുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ ഈ തെരച്ചിൽ നടത്തിയ ആളുകൾ പറഞ്ഞൊരു കാര്യം. നമുക്ക് ഈ മേയറോട് കൂടി ഇതുമായി ബന്ധപ്പെട്ട് മേയർ ഇവിടെ വിവരങ്ങൾ തിരക്കിക്കൊണ്ടിരിക്കുകയാണ് ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥരുമായി. 30 മീറ്റർ ഈ അതാണ് ഇപ്പം ഇവർ പറയുന്നതെന്ന് വെച്ചാൽ ഡൈവേഴ്സ് പറയുന്ന ഇപ്പം നമ്മൾ പറയുന്ന ഈ 30 മീറ്റർ എന്ന് പറയുന്ന ഓപ്പൺ ചെയ്ത് വെച്ചിരിക്കുന്ന ഭാഗമാണ്. അവിടെ മുതൽ അങ്ങോട്ടും വിട്ടാണ് കാണുന്നത്. വേരിയേഷനൊന്നും കാണുന്നില്ല. ഇതുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ. അതായത് ഇനിയിപ്പോൾ പ്ലാറ്റ്ഫോം നമ്പർ 5 മാൻഹോൾ വഴി ഇറങ്ങിയുള്ള ഒരു തിരച്ചിൽ, അതാണ് അവർ ഉദ്ദേശിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. മേയർ ഇപ്പോൾ കാര്യങ്ങൾ ചോദിച്ചറിഞ്ഞിട്ടുണ്ട്. അടുത്ത നീക്കത്തിലേക്ക് മേയർ ഇനിയിപ്പോൾ നമ്മൾ അവിടെ നിന്ന് മാൻഹോൾ നോക്കുകയാണല്ലേ? നമ്മളിപ്പോൾ ഇവിടെ റെയിൽവേ തന്നിട്ടുള്ള സ്കെച്ച് പ്രകാരം ഒരു 12.5 മീറ്റർ ഉള്ളിലേക്ക് പോകുന്ന സമയത്ത് ഒരു ഡീവിയേഷൻ ഉണ്ട് എന്നാണ് റെയിൽവേയുടെ സ്കെച്ച് പ്രകാരം നമുക്ക് തന്നിരുന്നത്. എന്നാൽ ഇവിടെ നമ്മുടെ ഡൈവേഴ്സ് പോയതിനു ശേഷം അവർ പറയുന്നത് അങ്ങനെ ഒരു സ്കെച്ചിൽ പ്രകാരമുള്ള കാര്യമല്ല. അപ്പോൾ ഇനി കൂടുതൽ വിഷയങ്ങളിലേക്ക് നമ്മൾ അത് പരിശോധനയിലേക്ക് പോകേണ്ട കാര്യമാണ്. നമ്മുടെ ഡൈവേഴ്സിൻ്റെ ഭാഗത്തു നിന്ന് കിട്ടിയിരിക്കുന്ന അവരുടെ ഫീഡ്ബാക്ക് എന്ന് പറയുന്നത് റെയിൽവേയുടെ സ്കെച്ച് പ്രകാരമുള്ളൊരു ഡീവിയേഷൻ നമുക്കിപ്പോൾ കാണാൻ വേണ്ടി കഴിയുന്നില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇപ്പോൾ നമ്മൾ 5ാമത്തെ പ്ലാറ്റ്ഫോമിൻ്റെ അവിടെയുള്ള മാൻഹോൾ വരെ ഇവിടെ നിന്ന് പോയിട്ടുണ്ട്. 5ൽ നിന്ന് ഇനി 3ലേക്കുള്ള ഇന്നലെ രാത്രിയൊക്കെ നമ്മൾ വർക്ക് ചെയ്ത് ആ ഭാഗത്തേക്ക് പോകാനുള്ള ശ്രമമാണ് ഇനിയിപ്പോൾ പ്ലാൻ ചെയ്തിട്ടുള്ളത്. അതെ. അതാണ് ഇപ്പോൾ നഗരസഭാ മേയർ ആര്യ രാജേന്ദ്രനാണ് നമ്മളോട് ഈ കാര്യം പങ്കുവച്ചത്. അതായത് ഇനിയുള്ളത് ഏതാണ്ട് ഒരു 50 മീറ്റർ ദൂരമാണ്. 50 മീറ്ററിൽ ജോയിയുണ്ടോ? അത് പ്ലാറ്റ്ഫോം നമ്പർ 3നും പ്ലാറ്റ്ഫോം നമ്പർ 5നും ഇടയിലുള്ളൊരു പ്രദേശമാണ്. അത് 4ാമത്തെ പ്ലാറ്റ്ഫോമിൽ കയറിയാൽ സ്വാഭാവികമായും അതിനകത്തൊരു റിമാർക്ക് ഉണ്ടാക്കാം എന്നുള്ളത് ഫയർഫോഴ്സ് ഇപ്പോൾ വിലയിരുത്തുന്നുണ്ട്. സ്ക്യൂബ സംഘത്തെ സംബന്ധിച്ച് ഏറെ ശ്രമകരമായ, ഫയർഫോഴ്സിനെ സംബന്ധിച്ച് സമാനതകളില്ലാത്ത പ്രവർത്തനം ഈ മണിക്കൂറുകൾ അവർ നടത്തുന്നു. ഫയർഫോഴ്സ് സംഘം ഈ മാലിന്യ കൂമ്പാരത്തിൽ ഇറങ്ങി നടത്തുന്ന ഈ പ്രവർത്തനം ഒരുപക്ഷേ കേരളത്തിൻ്റെ രക്ഷാപ്രവർത്തന ചരിത്രത്തിൽ അടയാളപ്പെടുത്തുമെന്നുള്ള കാര്യത്തിൽ ഒരു തർക്കവും വേണ്ട. കാരണം ആ രീതിയിലുള്ള ശ്രമകരമായൊരു ദൗത്യം അവർ നടത്തുന്നുണ്ട്. ഇനി പ്ലാറ്റ്ഫോം നമ്പർ 4ന് സമീപത്തെ 3നും 4നും ഒക്കെയുള്ള സമീപത്തെ ഒരു മാൻഹോൾ ഉണ്ട്. അവിടേക്ക് കയറി ആ പ്രവർത്തനം നടത്താനാണ് നിലവിലിപ്പോൾ ഈ ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥർ ശ്രമിക്കുന്നത്. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ കണക്ക് പ്രകാരം ഇന്നലെ കവർ ചെയ്ത 40 മീറ്റർ, ഇന്ന് രാവിലെ മാൻഹോൾ വഴി കവർ ചെയ്ത 30 മീറ്റർ, അങ്ങനെ മൊത്തം 70 മീറ്റർ. ഇപ്പോൾ ഈ എക്സിറ്റിൽ നിന്ന് അവർ കവർ ചെയ്ത 30 മീറ്റർ, അങ്ങനെ മൊത്തം 100 മീറ്റർ ഇതിനോടകം തന്നെ കവർ ചെയ്തിട്ടുണ്ട്. അവശേഷിക്കുന്ന 50 മീറ്ററിൽ ചെറിയ തടസ്സങ്ങളുണ്ട്. ആ തടസ്സം ഇതാണ്. മേയർ തന്നെ പറഞ്ഞു, അതായത് ഒരു ഡീവിയേഷൻ ഉണ്ടെന്നായിരുന്നു റെയിൽവേ നൽകിയ പ്ലാനിൽ പറഞ്ഞത്. പക്ഷേ അങ്ങനെ ഒരു ഡീവിയേഷൻ അവിടെ ഇല്ല. അപ്പോൾ സ്വാഭാവികമായും അത് ഇപ്പോൾ ഒരു രക്ഷാപ്രവർത്തനത്തിന് തടസ്സമായി. ഇപ്പോൾ അടുത്ത സ്ഥലത്തേക്ക്, അതായത് പ്ലാറ്റ്ഫോം നമ്പർ 4ലേക്ക് ഇതുമായി ബന്ധപ്പെട്ട് പോവുകയാണ്. കാഴ്ചയാണ് നമുക്ക് ദൃശ്യങ്ങളിൽ കാണാൻ സാധിക്കുന്നത്. ഇപ്പോൾ അവർക്ക് റിലാക്സേഷൻ ടൈം നമുക്ക് കൊടുക്കണം. കാര്യം അവരുടെ ജീവൻ പണയം വെച്ച് ഡൈവ് ചെയ്യുന്ന മനുഷ്യരാണ്. അപ്പോൾ സ്വാഭാവികമായും ആ രീതിയിലേക്കുള്ള ഒരു കമ്മിറ്റ്മെൻറ്റ് അവരുടെ ഭാഗത്തു നിന്നുണ്ടാകുന്നുണ്ട്. അവർക്ക് റിലാക്സ് ചെയ്യാനുള്ള സ്പേസും ടൈമും ഒക്കെ കൊടുക്കണം. ജിനു, നമുക്ക് മറ്റു ചില ദൃശ്യങ്ങൾ കൂടി ഇതുമായി ബന്ധപ്പെട്ട ജിനു നൽകേണ്ടതായിട്ടുണ്ട്. മേയർ തന്നെ ഇതുമായി ബന്ധപ്പെട്ട ഈ റെയിൽവേ പ്ലാൻ
അതുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങൾ പറഞ്ഞിരുന്നു. ഏതായാലും വലിയ രീതിയിലുള്ള രക്ഷാപ്രവർത്തനം, തിരച്ചിൽ അടക്കമുള്ള കാര്യങ്ങൾ ഇവിടെ നടക്കുകയാണ്. ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥരെ സംബന്ധിച്ച് അവർ ഇപ്പോൾ ഒരു തീവ്രതയടക്കമുള്ള കാര്യങ്ങൾ മനസ്സിലാവുകയും ചെയ്യും. അടുത്ത ഘട്ടത്തിലേക്ക്, അതായത് പ്ലാറ്റ്ഫോം നമ്പർ 4 പോയിട്ടുള്ളൊരു തിരച്ചിലേക്ക് അവർ കടക്കുന്നുണ്ട്. പ്ലാറ്റ്ഫോം നമ്പർ 1 തൊട്ട് 5 വരെയുള്ള 150 മീറ്റർ ദൂരത്തിൽ ഇപ്പോൾ 100 മീറ്റർ രക്ഷാദൗത്യ സംഘം താണ്ടിയിരിക്കുന്നു. ഈ 100 മീറ്ററിനിടയിൽ ജോയി ഇല്ല എന്ന വിഷമകരമായ ഒരു വാർത്ത കൂടി നമുക്ക് ഈ സമയത്ത് നൽകേണ്ടതുണ്ട്. ഇനിയുള്ളത് ഒരു 50 മീറ്റർ ദൂരമാണ്. ഈ 50 മീറ്റർ ദൂരം എന്ന് പറയുന്നത് പ്ലാറ്റ്ഫോം നമ്പർ 3-നും 5-നും ഇടയിലൊരു ദൂരമാണ്. പക്ഷേ അവിടെ പ്രതിസന്ധിയാകുന്ന മാലിന്യത്തോടൊപ്പം ഇതിൻ്റെ മാസ്റ്റർ പ്ലാനിൽ ചില ഡീവിയേഷൻ ഉണ്ടെന്ന് റെയിൽവേ പറഞ്ഞിരുന്നു. അത്തരത്തിൽ ഡീവിയേഷൻ ഇല്ല എന്ന വിവരം കൂടി ഈ സ്കൂബ ഡൈവേഴ്സ് നൽകുന്നു. അതായത് ഒരു 50 മീറ്റർ ദൂരം കൂടി താണ്ടിയാൽ ജോയിയെ കണ്ടെത്താനാകുമെന്ന പ്രതീക്ഷ. അങ്ങനെ 150 മീറ്റർ എന്ന ദൂരം അത് പല രീതിയിൽ താണ്ടി അത് 50 മീറ്റർ എന്ന ദൂരത്തേക്ക് ചുരുക്കിയിരിക്കുന്നു. ഈ 50 മീറ്ററിൽ നമ്മൾ കാത്തിരുന്നത് പോലെ ജോയി ഉണ്ടാകുമെന്ന പ്രതീക്ഷയിലാണ് രക്ഷാദൗത്യ സംഘവും ഉള്ളത്. ഈ 50 മീറ്റർ അധികം ദുർഘടമാണ്. കാരണം ആവശ്യത്തിലധികം ഇവിടുന്ന് ഇപ്പോൾ ഒരു 35-30 മീറ്ററോളം ഇപ്പോൾ ഓൾറെഡി ഇപ്പം അങ്ങോട്ട് പോയി. ഇപ്പോൾ നമുക്ക് അപ്പുറം എൻഡില്ല, അപ്പുറം എല്ലാം മാൻഹോളിൻ്റെ അവിടെ എത്തിയിട്ടുണ്ട്. ഡീവിയേഷൻ അതിനകത്തില്ല എന്നാണ് പറയുന്നത്. നമ്മൾ നോക്കിയപ്പോൾ കണ്ടില്ല. ഇനി കയറി അടഞ്ഞോ ചവർ കയറി അടയാനും സാധ്യത ഉണ്ട്. ഇത്രയും ചവർ വന്നതല്ലേ. നമ്മളെ സംബന്ധിച്ചിപ്പം വീണ്ടും രാത്രിയാവുകയാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും അങ്ങനെ ഒരു രാത്രി ഡൈവിങ്ങിന് ഒരു ബുദ്ധിമുട്ട് തന്നെയാണ്. ലൈറ്റ് വന്നത് രാത്രി നമുക്ക് ഡൈവിങ്ങിന് ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. അപ്പോൾ പകലാണ് മാക്സിമം ഡൈവ് ചെയ്യാനായിട്ടുള്ള നമ്മൾ കഴിഞ്ഞ 28 മണിക്കൂറായി നിങ്ങൾ ഈ അഴുക്ക് വെള്ളത്തിലാണ്, ശ്വസിക്കാൻ പോലും പറ്റാത്ത അവസ്ഥയാണ്. അങ്ങോട്ടേക്ക് പോകുമ്പോൾ എങ്ങനെയാണ്? സെയിം, ഒരു മാറ്റമില്ല. ആ വരുന്ന വെള്ളം തന്നെയാണ് ഏറ്റവും വേസ്റ്റ് വെള്ളം. ഏതായാലും ഇതാണ് ഈ സ്ക്യൂബ സംഘത്തിന് ഇതുമായി ബന്ധപ്പെട്ട് പറയാനുള്ളത്. അവർ ഇപ്പോൾ ആ ഉദ്യോഗസ്ഥൻ പറഞ്ഞതാണ്, സഹിക്കാൻ കഴിയില്ല. നമുക്ക് കരയിൽ നിന്ന് കാണുമ്പോൾ അത് അത്രയും തോന്നും, പക്ഷേ അകത്തേക്ക് ഇറങ്ങുന്ന മനുഷ്യരുടെ അവസ്ഥ അത് അത്യന്തം പ്രശ്നമുള്ളതാണ്. ഏതായാലും ഇനിയിപ്പോൾ ഞാൻ സുഹേൽ പറഞ്ഞതുപോലെ തന്നെ പ്ലാറ്റ്ഫോം നമ്പർ 4-ന് സമീപത്തെ പ്ലാറ്റ്ഫോം നമ്പർ 3-നും 5-നും ഇടയ്ക്കുള്ള ഈ ഗ്യാപ്പിനും ഇടയ്ക്കുള്ള ടണൽ ഭാഗത്തേക്ക് ഇറങ്ങണം. അതിനായി പ്ലാറ്റ്ഫോം നമ്പർ 4-ന് സമീപത്തെ അതായത് അതുവഴി ആ മാൻഹോൾ വഴി ഇറങ്ങുന്നു. ഇറങ്ങിയ ശേഷം അതുമായി ബന്ധപ്പെട്ടവർ പോകുന്നു എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. വീണ്ടും ആ പ്ലാനിങ്ങിൽ എന്തെങ്കിലും മാറ്റമുണ്ടോ? ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥർ, ഫയർഫോഴ്സ് ഓഫീസർ അടക്കമുണ്ട്. അവരോടൊക്കെ അടക്കം ഈ സ്ക്യൂബ സംഘം ചില കാര്യങ്ങൾ സംസാരിക്കാനുണ്ട്. പക്ഷേ വീണ്ടും ഇറങ്ങിയുള്ളൊരു തെരച്ചിലാണോ നടത്താൻ പോകുന്നു എന്നുള്ള കാര്യം നമുക്കറിയില്ല. പക്ഷേ വലിയ ശ്രമകരമായ രക്ഷാപ്രവർത്തനം ഇതുമായി ബന്ധപ്പെട്ട ഫയർഫോഴ്സിൻ്റെ ഭാഗത്തു നിന്നുണ്ടാകുന്നുണ്ട്. 28 മണിക്കൂർ ഈ മലിനവെള്ളത്തിൽ കുറച്ച് മനുഷ്യർ കിടക്കുന്നു എന്നുള്ളത് സ്വാഭാവികമായും നമ്മളെ അസ്വസ്ഥപ്പെടുത്തുന്ന കാര്യമാണ്. വലിയ എഫേർട്ട് ഉണ്ടാകുന്നുണ്ട്. ഇനിയിപ്പോൾ ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥരുടെ ഒരു മീറ്റിംഗ് അടക്കമുള്ള കാര്യങ്ങൾ ഇതുമായി ബന്ധപ്പെട്ടുണ്ടാകും. വീണ്ടും അവരതുമായി ബന്ധപ്പെട്ട് തിരിച്ച് ആ പ്രദേശത്തേക്ക് പോകുന്നു എന്നുള്ളതാണ് നമുക്ക് നിലവിൽ ലഭിക്കുന്ന വിവരം. ആ രീതിയിൽ അവരുടെ രക്ഷാപ്രവർത്തനങ്ങൾ തുടരുകയാണ്. ഫയർഫോഴ്സിനെ സംബന്ധിച്ച് അവർ ഒട്ടും ബാക്കിലോട്ട് നിൽക്കുന്നില്ല. ആദ്യഘട്ടം മുതൽ തന്നെ അവർ നടത്തുന്നത് അക്ഷീണമായ പ്രവർത്തനമാണ്. അതല്ലെങ്കിൽ പകരം വയ്ക്കാനാവില്ലാത്ത പ്രവർത്തനം ഇവിടെ കാണുന്നുണ്ട്. പക്ഷേ അതിൻ്റെ ഒരു റിസൾട്ടിലേക്ക് കാര്യങ്ങൾ എത്തുന്നില്ല എന്നുള്ളതാണ് നിർഭാഗ്യകരമായ സംഭവം. ഏതായാലും ഇന്നലെ രാവിലെ 10:30-ക്കാണ് മാരായമുട്ടം സ്വദേശിയായ ജോയി ഇത് ടണലിലേക്ക് വീഴുന്നത്, ഈ മാലിന്യ കൂമ്പാരത്തിലേക്ക്, ആമയിടജാൻ തോട്ടിലേക്ക് വീഴുന്നത്. അദ്ദേഹത്തിൻ്റെ ബന്ധുക്കൾ അല്പസമയം മുൻപ് സംസാരിച്ചപ്പോൾ പറഞ്ഞത് വലിയ കല്ലുളക്കെ ഉള്ളിടത്ത് നീന്തുന്ന ഒരാളാണ് ജോയി. അപ്പോൾ ജോയിയെ സംബന്ധിച്ച് നീന്തലറിയാതെ മുങ്ങിപ്പോയി എന്നൊന്നും പറയാൻ കഴിയില്ല. പക്ഷേ തിരികെ വരാൻ കഴിയാത്തത്ര രീതിയിൽ തലയ്ക്ക് മുകളിൽ മാലിന്യം കുടുങ്ങിയാൽ എന്ത് ചെയ്യും? അടിയൊഴുക്കുണ്ടായിരുന്നു, സ്വാഭാവികമായും ഒഴുകിപ്പോയിരിക്കാം. പിന്നീട് അദ്ദേഹത്തിന് പൊങ്ങാൻ ശ്രമിക്കുമ്പോൾ ഇങ്ങനെ കൂടി കിടക്കുന്ന, അതിനെ മുൻപ് സലീമാലിക്ക് സൂചിപ്പിച്ചതുപോലെ തന്നെ കൂനയെന്നോ മലയെന്നോ ഒക്കെ പറയാം, മാലിന്യ കൂമ്പാരം പോലെ കിടക്കുന്ന സ്ഥലത്ത് നിന്ന് എങ്ങനെ തലയുയർത്തി പുറകോട്ട് വരാമെന്നുള്ളൊരു ചോദ്യം സ്വാഭാവികമായും ഉയരും. ആ ചോദ്യം വരും മണിക്കൂറുകളിൽ, അതായത് എപ്പോൾ കണ്ടെത്തുന്നതിന് ശേഷം വളരെ ഗൗരവമായി സീരിയസ് ആയി തുടരുമെന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. വീണ്ടും ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥരുടെ ശ്രമങ്ങൾ, അതിതീവ്ര ശ്രമങ്ങൾ അത് തുടരുകയാണ്. അടുത്ത അവരുടെ നീക്കം എന്ത് എന്നുള്ളത് നമുക്ക് അടുത്ത മിനിറ്റിൽ തന്നെ മനസ്സിലാക്കാൻ കഴിയും. വീണ്ടും സമാനമായ സ്ഥലത്ത് തന്നെ അവർ പോവുകയാണ് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഒരു ഡീവിയേഷനോ അതല്ലെങ്കിൽ പുതിയൊരു മാൻഹോളോ അതടക്കമുള്ള കാര്യങ്ങൾ കേന്ദ്രീകരിച്ചുകൊണ്ടുള്ള അവരുടെ ഒരു തിരച്ചിൽ നടത്തുന്നുണ്ട്. ഒട്ടും അമാന്തിക്കുന്നില്ല. വീണ്ടും ഇറങ്ങാനുള്ളൊരു ശ്രമമടക്കം അവരുടെ ഭാഗത്തു നിന്നുണ്ടാകുന്നുണ്ട്. എന്താണ് അക്കാര്യത്തിൽ സംഭവിക്കുക അല്ലെങ്കിൽ സംഭവിക്കുന്നത് എന്നുള്ളത് നമുക്ക് കാത്തിരുന്ന് കാണാം. വിവരങ്ങൾ ശേഖരിക്കുക. ഞാൻ സലീം മാലിക്കിലേക്ക് പോവുകയാണ്. സലീം, ഈ പറഞ്ഞതുപോലെ നമ്മൾക്ക് ഇന്നലെ 10:30-ക്ക് രക്ഷാപ്രവർത്തനം തുടങ്ങുമ്പോൾ ഉണ്ടായ ഒരു ദൂരം 150 മീറ്റർ ആയിരുന്നു. ഈ 150 മീറ്ററിൽ ജോയി ഉണ്ടാകുമെന്ന പ്രതീക്ഷയായിരുന്നു. ആ ദൂരം ഘട്ടം ഘട്ടമായി കുറച്ച് വെറും 50 മീറ്ററിലേക്ക് എത്തിച്ചിരിക്കുകയാണ്. നേരത്തെ ഈ ജോയി വീണ പ്ലാറ്റ്ഫോം നമ്പർ 1-ൽ നിന്ന് ആ ഓപ്പൺ എൻട്രിയിൽ നിന്ന് നടത്തിയ ഒരു പരിശോധന, അതിനപ്പുറം മാൻഹോൾ വഴി നടത്തിയ ഒരു പരിശോധന, ഇപ്പോൾ എക്സിറ്റിൽ നടന്ന പരിശോധന, അങ്ങനെ ഈ 3 പരിശോധനയിൽ നിന്നായി 100 മീറ്റർ പരിശോധിച്ച് 50 മീറ്റർ, അത് 3 തൊട്ട് 5 വരെയുള്ള ഈ പ്ലാറ്റ്ഫോമിനിടയിലായുള്ള
ഒരു 50 മീറ്റർ, അതാണ് നമ്മൾ ഇനി പ്രതീക്ഷയോടെ കാത്തിരിക്കുന്നത്. അതിലേക്കുള്ളൊരു രക്ഷാദൗത്യങ്ങൾ ഉടൻ തുടങ്ങുമെന്ന് തന്നെ മനസ്സിലാക്കുന്നു. ആ രക്ഷാദൗത്യം സ്വാഭാവികമായ ഓപ്പൺ എൻട്രൻസ് ഇല്ലാത്തതിനാൽ മാൻഹോൾ വഴിയായിരിക്കും, അല്പം ദുർഘടമായിരിക്കും. അങ്ങനെ രക്ഷാദൗത്യം ഏകദേശം ഒരു 50 മീറ്ററിലേക്ക് ചുരുങ്ങിയിരിക്കുന്നു. ആ ഒരു കോർ ഏരിയ 50 മീറ്ററായി ചുരുങ്ങിയിരിക്കുന്നു എന്ന് വേണം മനസ്സിലാക്കാൻ. ഇനി ഈ ഇപ്പോൾ സമയം നമ്മൾ മനസ്സിലാക്കുന്ന പോലെ 4 മണിയോട് അടുക്കുന്നു. ഈ രാത്രിയായാൽ ഈ സ്കൂബ ഡൈവിംഗ് അടക്കം വലിയ ബുദ്ധിമുട്ടുണ്ടാകും. അതിന് മുമ്പ് തന്നെയുള്ള ഒരു പരമാവധി സാധ്യതകളല്ലേ ഇപ്പോൾ രക്ഷാദൗത്യം തുറക്കുന്നത് സലീം മാലിക്? സുഹൈൽ, ആ കണക്കിൽ തന്നെ അതിലെ ഒരു തിരുത്തുണ്ട്. അതായത് ഈ റെയിൽവേയുടെ കണക്ക് പ്രകാരം ഈ ടണലും ഒപ്പം തന്നെ ഈ ഇവിടെ നിന്നുള്ള മാൻഹോളും ഉൾപ്പെടെ 117 കിലോമീറ്റർ ആണ് റെയിൽവേ അധീനതയിലുള്ള ഭൂമി, ഈ ആമയിഴഞ്ചാൻ തോടിന്റെ ഒഴുക്ക് ഭൂമി എന്നാണ് അവർ പറയുന്നത്. അങ്ങനെയാണെങ്കിൽ 17 മീറ്റർ ദൂരം മാത്രമാണ് നമുക്ക് ഇവർക്ക് കടന്നു പോകാൻ കഴിയാത്തത്. എന്തായാലും പക്ഷേ അതിനപ്പുറത്തേക്ക് ഈ മുഴുവൻ ആമയിഴഞ്ചാൻ തോട് മുഴുവനായി നോക്കിയാൽ അതിനപ്പുറത്തേക്കുള്ള മീറ്റർ കണക്ക് വരികയും ചെയ്യും. പക്ഷേ എന്തായാലും ഈ പല ഘട്ടത്തിലും നമുക്കിപ്പോൾ പോയ ഈ സ്ക്യൂബ ഡൈവേഴ്സ് പറയുന്ന 100 മീറ്ററിൽ അവർക്ക് പോയ സ്ഥലങ്ങളിൽ നിന്ന് കണ്ടെത്താൻ കഴിഞ്ഞില്ല എന്ന് കരുതി അവിടെ ഒരുപക്ഷെ ജോയി ഇല്ല എന്നൊരു നിഗമനത്തിലേക്കും നമുക്ക് എത്താൻ കഴിയില്ല. കാരണം അത്രയധികം മാലിന്യ കൂനയുള്ളത് കൊണ്ട് തന്നെ ഈ സ്ക്യൂബ ഡൈവേഴ്സിന്റെ കണ്ണിൽപ്പെടാതെ മറ്റെവിടെയെങ്കിലും ഇതിന്റെ അടിഭാഗത്താണ് ജോയി ഉള്ളതെങ്കിൽ അവിടെ കണ്ടുപിടിക്കാനാണ് സ്ക്യൂബ ഡൈവേഴ്സിന് കഴിയുക. അതല്ല മുകളിൽ ഏതെങ്കിലും ഭാഗത്തൊന്ന് കുടുങ്ങി നിൽക്കുകയോ മറ്റോ ആണെങ്കിൽ സ്ക്യൂബ ഡൈവേഴ്സിന് കാണാൻ പറ്റാത്തൊരു സാഹചര്യം ഉണ്ടാകും. അതുകൊണ്ട് തന്നെ ഒരു 17 മീറ്ററിലേക്കോ അതല്ലെങ്കിൽ 50 മീറ്ററിലേക്കോ ചുരുങ്ങി എന്ന് നമുക്ക് പറയാൻ കഴിയില്ല. മാത്രമല്ല ചില കൈവഴികളുണ്ട്. ആ കൈവഴികൾ അത് റെയിൽവേയുടെ സ്കെച്ചിൽ പോലും ഇല്ലാത്ത കൈവഴികളാണ്. ആ കൈവഴികളിലേക്ക് എവിടെയെങ്കിലും ഒഴുകി പോയിട്ടുണ്ടോ ജോയി എന്നുള്ള സംശയവും ഇവിടെ സ്വാഭാവികമായും ഉണ്ട്. അത്തരത്തിലുള്ളതൊക്കെ പരിശോധിക്കുകയാണ്. അതിനിടയിൽ ഈ പ്രധാനപ്പെട്ട കാര്യം, ഇന്നലെ ഈ റെയിൽവേയുടെ സ്കെച്ച് നൽകാത്തത് വലിയ പ്രതിസന്ധിയായിരുന്നു. ഇന്ന് ആ ടണലിന്റെ സ്കെച്ച് ഉൾപ്പെടെ നൽകിയിട്ടുണ്ട്. ആ ടണലിന്റെ സ്കെച്ചിൽ പറഞ്ഞൊരു സ്ഥലം, ഒരു തിരിവ് ഇവിടെ കണ്ടില്ല എന്നുള്ളതാണ് സ്ക്യൂബ ഡൈവേഴ്സ് പറയുന്നത്. അങ്ങനെ വലിയ പ്രതിസന്ധി ഇതുമായി ബന്ധപ്പെട്ടുണ്ട്. അത് സ്വാഭാവികമായും ഈ മാലിന്യം വന്ന് അടഞ്ഞ തിരിവ് ഇല്ലാതായതാവാനും സാധ്യതയുണ്ട്. കാരണം പാറക്കല്ല് പോലെ കെട്ടിക്കിടക്കുന്ന അത്രയധികം മലിനജലം എന്ന നിലയിലാണ് അവിടെ മാലിന്യം എന്ന നിലയിലാണ് അവിടെ ഉള്ളത്. അതുകൊണ്ട് തന്നെ സ്വാഭാവികമായും ആ നിലയിലൊരു പ്രതിസന്ധിയുണ്ട്. മാത്രമല്ല മറ്റൊരു കാര്യം എടുത്തു പറയേണ്ടത്, നമ്മളിപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന ഈ റെയിൽവേയുടെ ഭൂമി വഴി നടന്ന് തൊട്ടടുത്ത്, അതായത് 4-ാം നമ്പർ പ്ലാറ്റ്ഫോമിലേക്ക് എത്തിയിരിക്കുകയാണ് ഈ സ്ക്യൂബ ടീം. അവർ ഒന്ന് അവിടെ കയറിയതിന് ശേഷം ആ സ്ക്യൂബ ഡൈവിംഗ് കഴിഞ്ഞതിന് ശേഷം മുകളിലേക്ക് ഒന്ന് കയറി, ഒന്ന് മുഖം കഴുകി, ഒന്ന് കാല് കഴുകി, അതിനുശേഷം തൊട്ടടുത്ത 4-ാം നമ്പർ പ്ലാറ്റ്ഫോമിലേക്ക് എത്തുകയാണ്. അതായത് ഒരു നിമിഷം പോലും അവർ വിശ്രമിക്കുന്നില്ല. കാരണം വളരെ വേഗത്തിൽ ഇരുട്ടായി പോകും എന്നുള്ളത് കൊണ്ട് തന്നെ ഒരു നിമിഷവും അവർ വിശ്രമിക്കാതെ ഉള്ള പരിശ്രമത്തിലാണ്. ഇപ്പോൾ വളരെ വേഗത്തിൽ തന്നെ, അതിനപ്പുറം വളരെ വേഗത്തിൽ തന്നെ അവർ മാൻഹോളിനടുത്തേക്ക് എത്തി അവിടേക്ക് ഇറങ്ങാനുള്ള ശ്രമം നടത്തുകയാണ്. അത്രയധികം മാലിന്യം നിറഞ്ഞ മാൻഹോളിലേക്ക് പോലും അവർ ഇറങ്ങുന്നു. ഒരു തരത്തിലും അവർക്കൊരു സല്യൂട്ട് നൽകാതെ നമുക്ക് റിപ്പോർട്ട് ചെയ്യാൻ കഴിയില്ല എന്നുള്ളതാണ്. കാരണം അത്രയും മോശമായ ഒരു അന്തരീക്ഷത്തിൽ, അത്രയും മോശമായ വെള്ളമുള്ള സ്ഥലത്ത് ഇവർ വീണ്ടും ഇറങ്ങുകയാണ് എന്നുള്ളത് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. നമുക്ക് റിപ്പോർട്ട് ചെയ്യുമ്പോൾ പോലും, അല്ലെങ്കിൽ നമ്മളതിലെ ദൃശ്യങ്ങൾ പകർത്തുമ്പോൾ പോലും നമുക്ക് പോലും ബുദ്ധിമുട്ട് അനുഭവപ്പെടുകയും ദുർഗന്ധം അനുഭവപ്പെടുകയും ചെയ്യുന്നൊരു സ്ഥലത്ത് ഒരു മടിയുമില്ലാതെ കഴിഞ്ഞ 29 മണിക്കൂർ, 10 മണിക്ക് തുടങ്ങിയതാണ്, ആ 29 മണിക്കൂർ നേരം ആ മലിനജലത്തിൽ ഒരു മനുഷ്യജീവന് വേണ്ടി ഒരു മടിയുമില്ലാതെ ജോലി ചെയ്യുന്ന ഇവർക്ക് എന്തായാലും അവർക്കൊരു സല്യൂട്ട് നൽകാതെ നമുക്ക് വാർത്ത റിപ്പോർട്ട് ചെയ്യാൻ കഴിയില്ല. പക്ഷെ അപ്പോഴും ഈ വാർത്ത ഇങ്ങനെ പോകുമ്പോഴും ഇങ്ങനെ ഇതുവരെയും ജോയിയെ കണ്ടെത്താൻ കഴിയുന്നില്ലെന്നൊരു നിരാശ, അങ്ങേയറ്റം നിരാശ സ്വാഭാവികമായും നമുക്കുണ്ട്. അങ്ങനെ കണ്ടെത്താൻ കഴിയാത്തതിന്റെ കാരണം മാലിന്യം നിറഞ്ഞു നിൽക്കുന്നതാണ്. അത് ആരുടെ വീഴ്ച എന്നൊരു വലിയ ചോദ്യം അങ്ങനെ നിൽക്കുന്നുണ്ട്. അതിലെ 1-ാം പ്രതി റെയിൽവേ എന്ന നഗരസഭ ഒരു മടിയുമില്ലാതെ, ഒരു സങ്കോചവുമില്ലാതെ പറയുന്നുണ്ട്. പക്ഷെ അപ്പോഴും നഗരസഭയ്ക്ക് എന്തെങ്കിലും വീഴ്ച പറ്റിയിട്ടുണ്ടോ എന്നുള്ളൊരു ചോദ്യം കൂടി അവിടെ നിൽക്കുന്നുണ്ട്. സ്വാഭാവികമായും അതിൽ നഗരസഭയ്ക്ക് വീഴ്ച പറ്റിയിട്ടുണ്ട്. സാധാരണ മനുഷ്യർക്ക്, തിരുവനന്തപുരത്ത് വസിക്കുന്ന ഓരോരുത്തർക്കും, അതിലേക്ക് മാലിന്യം നിക്ഷേപിച്ച ഓരോരുത്തർക്കും ഇതിൽ ഉത്തരവാദിത്തമുണ്ട് എന്നുള്ള കാര്യത്തിലും തർക്കമില്ല. പക്ഷേ ഈ ഘട്ടത്തിൽ ഇത് ആരുടെ പിഴവ് എന്നുള്ള ചർച്ചയുടെ കാര്യമില്ല. അതിനപ്പുറത്തേക്കുള്ള ചർച്ചകളൊക്കെ ജോയിയെ കണ്ടെത്തിയതിനു ശേഷമാകും എന്നുള്ളതൊക്കെ വസ്തുതയാണ്. അതൊക്കെ നിലനിൽക്കെ തന്നെ നമ്മൾ അതുകൂടി പറയാതെ പോകാനും കഴിയില്ല. പ്രത്യേകിച്ചും ഇത്രയധികം മനുഷ്യർ ഈ എഫേർട്ട് എടുക്കുമ്പോൾ അവരോടെങ്കിലും നീതി കാണിക്കാൻ അത് ആരുടെ പിഴവെന്നൊരു ആത്മപരിശോധന നടത്തേണ്ടതുണ്ട്. മാത്രമല്ല ഭക്ഷണത്തിന് വക തേടി ഈ മാലിന്യം എടുത്തു കളയാനൊന്നൊരു സാധാരണ മനുഷ്യൻ, ഒരു സാധു മനുഷ്യനാണ് ഇതിനകത്ത് പെട്ടുപോയത്. അദ്ദേഹം ഇനി എങ്ങനെ തിരിച്ചു വരുമെന്നുള്ളത്, ജീവനോടെ തിരികെ എത്തിക്കാൻ കഴിയുമോ എന്നുള്ളതൊക്കെ നമുക്ക്
സ്വാഭാവികമായും നമുക്ക് അത് ചിന്തിക്കാവുന്നതേ ഉള്ളൂ. നമ്മുടെ തലച്ചോറ് കൊണ്ട് ചിന്തിച്ചാൽ അങ്ങനെ ഒരു സാധ്യത വളരെ വിരളമാണ്. പക്ഷെ അപ്പോഴും നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ഹൃദയം കൊണ്ട് ഇപ്പോഴും പ്രതീക്ഷിക്കുകയാണ് ആ മനുഷ്യൻ തിരികെ വരുമെന്ന്. അത് വളരെ വിദൂരമായൊരു പ്രതീക്ഷ മാത്രമാണെങ്കിലും നമ്മൾ വെറുതെ അങ്ങനെ ആശിക്കുകയാണ്. പക്ഷേ ആ തിരച്ചിലിന് ഇനി എന്തൊക്കെ സാധ്യതകൾ തേടാൻ കഴിയുമോ പ്ലാറ്റ്ഫോം അതെല്ലാം നമ്പർ 3-ലുള്ള മാൻഹോൾ വഴി 3 തൊട്ട് 5 വരെയുള്ള പ്ലാറ്റ്ഫോമുകൾക്കിടയിലുള്ള ചെറിയ ദൂരം, ആ ദൂരം കൂടിയാണ് ഇനി താണ്ടാൻ ബാക്കിയുള്ളൂ. അതിൽ കൂടി പരിശോധന നടത്തുന്നു. അതിനുള്ള ശ്രമങ്ങൾ ഏകദേശം ആ മാൻഹോളിലേക്ക് ഇറങ്ങാനുള്ള ശ്രമങ്ങൾ തുടങ്ങാനിരിക്കുകയാണ്. നമ്മൾ കണ്ടതുപോലെ രക്ഷാദൗത്യ സംഘം നേരത്തെ എക്സിറ്റ് പോയിന്റിൽ നിന്ന് പരിശോധന നടത്തി മിനിറ്റുകൾക്കും തന്നെ വീണ്ടും വന്ന് മാൻഹോളിലേക്ക്, അതായത് വിശ്രമമില്ലാതെ ആ അഴുക്കു ജലത്തിൽ പരമാവധി അവർക്കാകും വിധം ജോലി ചെയ്തുകൊണ്ടേയിരിക്കുകയാണ്. പരിശോധന അതിൻ്റെ അടുത്ത ഘട്ടത്തിലേക്ക്